വിഴിഞ്ഞത്തേക്ക് വന്ന കപ്പൽ മുങ്ങിയതോ മുക്കിയതോ നമുക്കറിയില്ല. മനുഷ്യന്റെ ഇടപെടലുണ്ടോ, അതിൽ കള്ളത്തരമുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇത് സ്വാഭാവികമായ അപകടമാണോ അല്ലേ എന്ന് നമുക്കറിയില്ല. പക്ഷേ മുങ്ങിത്താണത് പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതങ്ങളാണ്. ശക്തികുളങ്ങരയിൽ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണിത്. കണ്ടെയ്നറുകൾ കത്തിയമരുന്നതും ശക്തികുളങ്ങരയിൽ പുതിയ പള്ളി പണിയുന്നതിന് അടുത്തേക്ക് ആ വിഷപ്പുക വമിക്കുന്നതുമാണ് കാഴ്ച. ട്രോളിംഗ് ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇരുട്ടടി പോലെ ദുരന്തങ്ങൾ ഓരോന്നായി സമീപിക്കുമ്പോൾ ഭീതിയിലാണ് ശക്തികുളങ്ങരയിലെ സാധാരണ ജനങ്ങൾ. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കറുത്ത പുകയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. 2 കണ്ടെയ്നറുകൾ മുറിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായത് സംഭവിക്കുന്നത്. കണ്ടെയ്നറിനുള്ളിലെ രാസവസ്തുക്കൾ കലർന്ന പുക അന്തരീക്ഷമാകെ നിറഞ്ഞു നിൽക്കുകയാണ്. മഴക്കെടുതികൾ മൂലം കടൽ കയറുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ, മുമ്പ് സൂചിപ്പിച്ചതുപോലെ ട്രോളിംഗ് ആരംഭിച്ചതിന്റെ പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി രൂപപ്പെട്ട ഈ വിഷപ്പുക സാധാരണ ജനങ്ങളിൽ ഭീതി പടർത്തുകയാണ്. ശക്തികുളങ്ങരയിൽ നിന്നും ഇമ്മാനുവൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഇമ്മാനുവൽ, അവിടുത്തെ സാഹചര്യങ്ങളൊന്ന് വിശദമാക്കാമോ? ഇവിടെ നമ്മള് രാവിലെ ഈ കണ്ടെയ്നർ മുറിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമത്തിനിടയിലാണ് പെട്ടെന്ന് കണ്ടെയ്നറിൽ ഒരെണ്ണത്തിൽ തീ പിടിക്കുകയും അതിനകത്തുനിന്ന് കറുത്ത പുക പുറത്തേക്ക് വരികയും ചെയ്തു. കണ്ടെയ്നറുകൾ തീരത്തായിരുന്നോ അതോ കടലിലായിരുന്നോ? തീരത്തേക്കായിരുന്നു. കടലിലായിരുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വടം വെച്ച് കെട്ടി നമ്മൾ കരയിൽ അടുപ്പിച്ച് നിർത്തുകയായിരുന്നു ചെയ്തത്. അങ്ങനെ നിർത്തിയിരുന്ന കണ്ടെയ്നറിന്റെ അകത്തുനിന്ന് അത് മാറ്റാനുള്ള ശ്രമത്തിനിടയിലാണ് ഇപ്പൊ ഈ ഒരു സംഭവം ഉണ്ടായത്. അത് മാത്രമല്ല, ഇവിടെ പള്ളിയിൽ ആ സമയത്ത് തൊട്ടടുത്ത് കടലിന്റെ അടുത്ത് തന്നെ ദേവാലയമുണ്ട്, ശക്തികുളം സെന്റ് ജോൺ ഡി ബ്രിട്ടോ ദേവാലയം. അവിടെ കുർബാന നടക്കുന്ന സമയത്ത് ഈ പുക ദേവാലയത്തിനകത്തേക്ക് പോവുകയും അവിടെ ഉള്ളവരെല്ലാം ഭയപ്പെടുകയും ചെയ്തു. നമുക്കറിയാം, ഇപ്പൊ കടലിൽ ഒത്തിരി ഇപ്പൊ കാറ്റും മഴയും, പിന്നെ കടലിൽ പണിക്ക് പോകാൻ പറ്റാത്ത ട്രോളിംഗ് വന്നിരിക്കുന്നു. പിന്നെ വള്ളക്കാർക്ക് പോകാൻ ഇനി പറ്റുമോന്ന് അറിയത്തില്ല. എല്ലാം കൊണ്ടും തീരദേശത്തുള്ളവർക്ക് ഇതൊരു വലിയ വേദനയാണ്. വേദനയ്ക്കപ്പുറത്തൊരു ഭയമാണ്. ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയാതെ ആൾക്കാർ നിൽക്കുകയാണ്. ഇനിയും ഇങ്ങോട്ടേക്ക് മറ്റ് കണ്ടെയ്നറുകൾ വരാൻ സാധ്യതയുണ്ട് എന്നോട് പറയുന്നുണ്ട്. അപ്പോ ഏതായാലും വലിയൊരു പുകയാണ് അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്നത്. ഈ തീപിടുത്തം കാരണം ആരെങ്കിലും അപകടം വല്ലതും ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് അവിടെ അപകടം ഉണ്ടാകാൻ ഒത്തിരി ആൾക്കാർ ആ പരിസരത്ത് ആ സമയത്ത് ഇല്ലായിരുന്നു. കുറച്ച് പേര് ശക്തികുളങ്ങര ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ പെട്ടെന്ന് ഓടി മാറി. എന്നാൽ പോലും ദേവാലയത്തിനകത്തേക്ക് പോയ കുർബാന നടന്ന സമയത്ത് പോയ പുക ആൾക്കാരെ ചെറുതായിട്ട് അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. ഈ കറുത്ത പുക രൂപപ്പെടാനുള്ള എന്ത് സാധനങ്ങളായിരുന്നു അതിൽ കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നത് വല്ലതും അറിവ് കിട്ടിയിട്ടുണ്ടോ? അത് കണ്ടെയ്നറിനകത്ത് ഉണ്ടായിരുന്ന ഓയിലിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും. ഹലോ, കേൾക്കാമോ? ഓക്കെ. ശക്തികുളങ്ങരയിൽ നിന്നും ഇമ്മാനുവലാണ് നമ്മളോടൊപ്പം ചേർന്നത്.